ഹലോ, നമ്മുടെ ജീമ്പുമ്പോൾ സുഖയില്ലാണ്ട് ഇടയ്ക്ക് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് ലുലുമാളിൽ നിന്നൊരു കോള് വരുന്നത്, സ്റ്റോൾ ഇടാൻ ഇൻട്രസ്റ്റ് ഉണ്ടോന്ന്. ആദ്യം കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. പെട്ടെന്ന് ഹസ്ബൻഡിനെ വിളിച്ച് ചോദിച്ചു കേട്ടോ. ഒട്ടുമിക്ക എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്ന അദ്ദേഹം അപ്പോൾ ഈ ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിട്ടും എൻ്റെ അടുത്ത് സ്റ്റാൾ ഇടാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്തുള്ള ഓവർ കോൺഫിഡൻസ് അന്നാണ് എനിക്ക് മനസ്സിലായത്. പെട്ടെന്ന് എന്നെ ജിമ്പുമേരുടെ അടുത്ത് ഹസ്ബൻഡ് അമ്മയെ ഏൽപ്പിച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ പോയിട്ട് പിറ്റേ ദിവസം സ്റ്റോൾ ഇടാനുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ ഒരുപാടുണ്ടായിരുന്നേ. അങ്ങനെ രാത്രി 2 മണി വരുന്ന എല്ലാ കാര്യങ്ങളും പാക്ക് ചെയ്ത് പിറ്റേ ദിവസം ഞാൻ ഒന്നും കൂടി ജിമ്പുമേ കണ്ടതിന് ശേഷം കേട്ടോ ലുലുമാളിലോട്ട് പോയത്. എനിക്ക് ഒറ്റയ്ക്ക് പറ്റാത്തതുകൊണ്ട് തന്നെ ഞാനൊരു ആർട്ടിസ്റ്റിനെയും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. പുള്ളിക്കാരി പാവം രാവിലെ കൊല്ലത്തുനിന്ന് എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാ സ്റ്റോളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ അവിടെ നിന്ന് തിരിച്ചു. പിന്നീട് രാത്രി ആട്ടോ ഞാൻ സ്റ്റോളിൽ തിരിച്ചു പോയത്. പുള്ളിക്കാരി ഉച്ചവരെ പോസ്റ്റായിരുന്നു. അൽഹംദുലില്ലാ ഉച്ചയ്ക്ക് ശേഷം ഒരുപാട് കസ്റ്റമേഴ്സും കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ചോദിക്കുന്ന കാര്യമാണ് ഈ 2 കുഞ്ഞു മക്കളെ ഇട്ടെടുത്ത് എങ്ങനെ ഇത് ഒറ്റയ്ക്ക് ചെയ്യുന്നതെന്ന്. ശരിക്കും ഞാൻ ഒറ്റയ്ക്കല്ല. എൻ്റെ എല്ലാത്തിനും അനുവാദം തരാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡിൻ്റെ ഫാമിലിയും അതനുസരിച്ച് എന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഫാമിലിയും പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫ്രണ്ട്സും ഇവരെല്ലാവരും കൂടിയാട്ടോ എനിക്ക് 9,000 പേര് അടങ്ങുന്ന ഈ ഫാമിലി എത്തിപ്പെടാൻ പറ്റിയത്. അപ്പോൾ ഇനി നിങ്ങളുടെ ഇതുപോലത്തെ കട്ടയ്ക്ക് സപ്പോർട്ട് തന്നെ വേണം കേട്ടോ. പിന്നെ ഒരു ഹാപ്പിനെസ് ഉണ്ട്. ജിമ്പുമ്പോൾ ഡിസ്ചാർജ് ആയി അവളെ ഹെൽത്തൊക്കെ ഓക്കെ വരുന്നുണ്ടേ. അപ്പോൾ 3 ദിവസം കേട്ടോ ഈ ഫെസ്റ്റ് നടക്കുന്നത്. അപ്പോൾ അവിടെ വന്നാൽ കാണാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞു ടാറ്റാ ബൈ ബൈ, സീ യു.